നമുക്ക് സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ട് മൊബൈൽ ലോക്ക് ചെയ്താലോ? ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ആരെങ്കിലും ഈ ഒരു ലോക്ക് തുറക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം നമ്മളെ അറിയിച്ചു തരികയും ചെയ്യും. ഒരു വെറൈറ്റി ലോക്ക് സിസ്റ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും മൊബൈൽ ലോക്ക് ചെയ്തിടുന്നവരാണ്. ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്, പാറ്റേൺ, പിൻ നമ്പർ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ലോക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ലോക്ക് സിസ്റ്റമാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ആഡ് ഗസ്റ്റർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു സിഗ്നേച്ചറാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും റീ എൻ്റർ ചെയ്യുക, തെറ്റാതെ അതുപോലെ തന്നെ റീ എൻ്റർ ചെയ്യുക. ഓക്കെ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സിഗ്നേച്ചർ മറന്നു പോയാൽ ഒരു പിൻ നമ്പർ വേണമെങ്കിലോ ഇവിടെ ആഡ് പിൻ നമ്പർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 2 3 4 എന്നാണ് കൊടുക്കുന്നത്. വീണ്ടും അത് തന്നെ നിങ്ങൾ റീ എൻ്റർ ചെയ്യുക. 1 2 3 4 എൻ്റർ ചെയ്തു. ഇവിടെ ഈ കാണുന്ന ഗ്രാൻഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. വീണ്ടും ഇവിടെ ഗ്രാൻഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതേ ആപ്ലിക്കേഷൻ കാണുന്ന ഭാഗത്ത് ഓൺ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും ബാക്ക് വരിക. വീണ്ടും ഇവിടെ ഗ്രാൻഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെയും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അലോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഈ ഒരു ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഗസ്റ്റർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സിഗ്നേച്ചർ നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ചേഞ്ച് ഗസ്റ്റർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാം. ഓക്കെ, ഞാനതൊന്നും മാറ്റുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇനി ചേഞ്ച് പിൻ നമ്പർ മാറ്റാം. അതുപോലെ തന്നെ ടൈം പാസ്വേഡ്. ഇവിടെ ഇൻട്രൂഡർ സെൽഫി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടേൺ ഓൺ ചെയ്യുക. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ റോങ് അറ്റംപ്റ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ വെക്കുക. ഇവിടെ 2 കാണുന്നത്. ചില മൊബൈലിൽ 1 കാണും. 1 വെക്കുന്നതാണ് നല്ലത്. ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്താൽ നമുക്ക് സെൽഫി കാണണം. ഓക്കെ, അതിനായിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ബാക്ക് വരാം. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്യാം. ഞാനിപ്പോൾ മൊബൈൽ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും മൊബൈൽ ലോക്ക് തുറക്കാൻ ശ്രമിച്ചാൽ, ഞാനിപ്പോൾ 2 അറ്റംപ്റ്റ്സ് ആണ് കൊടുത്തത്, 2 പ്രാവശ്യം അവർ തെറ്റായ സിഗ്നേച്ചർ കൊടുക്കുകയാണെങ്കിൽ, ഞാനിവിടെ തെറ്റായ ഒരു സിഗ്നേച്ചർ കൊടുത്തു, മൊബൈൽ ഓപ്പൺ ആകുന്നില്ല. ഇനി രണ്ടാമതും തെറ്റായ ഒരു സിഗ്നേച്ചർ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത ഉടനെ തന്നെ മുകളിൽ ഒരു പച്ച ലൈറ്റ് കത്തി അങ്ങ് പോയി, കണ്ടോ? അപ്പോൾ സെൽഫി എടുത്ത് കഴിഞ്ഞു, നമ്മൾ അറിയുന്നേ ഇല്ല. ഇനി ശരിയായ സിഗ്നേച്ചർ കൊടുക്കുകയാണ്, മൊബൈൽ ഓപ്പൺ ആയി. ഇനി ആരെങ്കിലും ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എങ്ങനെ കാണാം? അതിനായിട്ട് അതേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ച് താഴെയായിട്ട് ഇൻട്രൂഡർ സെൽഫി എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ തന്നെ താഴെ ഇൻട്രൂഡർ ഫോട്ടോസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതിൻ്റെ ടൈമും ഡേറ്റും ഒക്കെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എൻ്റെ ഫോട്ടോ കുറച്ച് താഴെയായിട്ടാണ് വന്നത്. അതായത് ഞാൻ മൊബൈൽ സ്റ്റാൻഡിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ താഴെയായിട്ട് കാണുന്നത്. ഓക്കെ, അതിൻ്റെ ടൈമും ഡേറ്റും ഒക്കെ ഇവിടെ കാണാം. മൊബൈലിൻ്റെ ടൈമും 1 മിനിറ്റ് വ്യത്യാസമേ ഉള്ളൂ. കണ്ടോ, ഞാൻ ഇപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തുകൊണ്ട് കൃത്യമായ ടൈമും ഡേറ്റും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ലോക്ക് ചെയ്തിട്ട് തെറ്റായ ഗസ്റ്റർ, അതായത് തെറ്റായ സിഗ്നേച്ചറോ മറ്റോ കൊടുത്തിട്ട് ആരെങ്കിലും തുറക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ കൃത്യമായ ഡേറ്റും ടൈമും സഹിതം ആ ഫോട്ടോ, ആരാണ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചത്, ആ ഫോട്ടോ സഹിതം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.